പയ്യന്നൂരിലും തളിപ്പറമ്പിലും CPIM വിമതരെ പിന്തുണക്കാനുള്ള UDF തീരുമാനത്തിനെതിരെ കോൺഗ്രസിനകത്തുനിന്ന് തന്നെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുകയാണ്, എതിർപ്പ് ഉയരുകയാണ്. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ വിമത സ്ഥാനാർത്ഥികളായി നാമനിർദ്ദേശ പത്രിക നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അത്തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ KPCC അംഗം കൊയ്യം ജനാർദ്ദനൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഈ തീരുമാനത്തിനെതിരെ UDFൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വം സ്വീകരിച്ചിരിക്കുന്ന തീരുമാനത്തിനെതിരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ നാളെ 12 മണിക്ക് തളിപ്പറമ്പ് താലൂക്ക് ഓഫീസിൽ തഹസിൽദാർ മുഖാന്തരം നോമിനേഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനൊരു തീരുമാനം എടുക്കാനുള്ള ഒരു സാഹചര്യം തളിപ്പറമ്പ് ഇപ്രാവശ്യം UDFന് നല്ലൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പറ്റുന്നൊരു സീറ്റാണ്. ആ സീറ്റ് 2 ദിവസം മുൻപ് CPM എന്ന് പുറത്തേക്ക് വന്ന TK ഗോവിന്ദൻ മാഷ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അതിന് UDF പിന്തുണ നൽകണം എന്നുള്ള ഒരു തീരുമാനം പാർട്ടി എടുക്കുന്നത് കൊണ്ടാണ്, അതിൽ പ്രതിഷേധിച്ച് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ നോമിനേഷൻ നാളെ കൊടുക്കാൻ തീരുമാനിച്ചത്. അതൊരു പെട്ടെന്നുള്ള ഒരു വികാരത്തിൻ്റെ പുറത്തല്ല, പക്ഷേ ഞാൻ എല്ലാ പ്രവർത്തകന്മാരുമായിട്ട് ബന്ധപ്പെട്ടു. UDFൻ്റെ, കോൺഗ്രസിൻ്റെ, ലീഗിൻ്റെ ആളുകളായി മറ്റ് UDFൻ്റെ ആളുകളായി ബന്ധപ്പെട്ട് അവരുടെയൊക്കെ ഒരു വികാരം കണക്കിലെടുത്ത് അവർക്കൊക്കെ വലിയൊരു പ്രയാസമാണ്. ഇത്രയും കാലം ഈ 4-5 വർഷക്കാലമായി തളിപ്പറമ്പിൻ്റെ മേഖലയിൽ സംഘടനാ പ്രവർത്തനം അത് ലീഗും കോൺഗ്രസ്സൊക്കെ വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ പൊടുന്നനെ ഇതുപോലുള്ള തീരുമാനം 10-20 വർഷം CPMൽ വർക്ക് ചെയ്തു എന്ന് പറയുന്ന ഒരാൾ അവിടുന്ന് സീറ്റ് കിട്ടാതെ കൊണ്ട് പുറത്തേക്ക് വരുന്നു. അത് UDFനെ സമീപിക്കുന്നു. UDF അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അദ്ദേഹം മത്സരിച്ചാൽ ജയിക്കും എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. പക്ഷേ ഇവിടുത്തെ UDFൻ്റെ ആളുകൾ, പ്രവർത്തകന്മാർ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ തയ്യാറാവാത്തൊരു സാഹചര്യമാണ്. ഇതുവരെയായി അദ്ദേഹം പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം. അതുകൊണ്ട് താഴെത്തട്ടിൽ നമ്മുടെ നേതാക്കന്മാർ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. താഴെത്തട്ടിൽ ഇദ്ദേഹത്തിന് പിന്തുണ നൽകുന്നതിന് ശക്തമായ എതിർപ്പ് എല്ലാ പഞ്ചായത്തുകളിലും, എല്ലാ ബൂത്തുകളിലും, എല്ലാ ജനങ്ങൾക്കും UDFന് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇപ്രാവശ്യം രംഗത്ത് വരുമ്പോഴാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഈ തീരുമാനം വരുന്നത്. ആ തീരുമാനം ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. അത് പാർട്ടിക്കൊരു വിരുദ്ധമായിട്ടുള്ളൊരു പ്രവർത്തനമാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം പാർട്ടി ഇത് തിരുത്തണം. എന്തിന് UDFന് ഇത്രയും നല്ലൊരു ഭൂരിപക്ഷത്തിന് 10-25,000 വോട്ടിന് ജയിക്കാൻ പറ്റുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനെതിരായ ഒരു വികാരം നിലനിൽക്കുമ്പോൾ ഈ 10-25,000 വോട്ടിന് ജയിക്കാൻ പറ്റുന്നൊരു സീറ്റ് ഇതുപോലുള്ള ഒരാൾക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നത് ഒരു തരത്തിലും പാർട്ടി പ്രവർത്തകർ അംഗീകരിക്കില്ല. അവർ ശക്തമായ പ്രതിഷേധം താഴെത്തട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ആവശ്യപ്രകാരമാണ് ഞാൻ നാളെ നോമിനേഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പറയുന്ന ഈ തീരുമാനം ഏതെങ്കിലും ഘട്ടത്തിൽ, അതായത് പാർട്ടിയുടെ സമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും KPCC അംഗമാണ് താങ്കളിപ്പോൾ, അപ്പോൾ സ്വാഭാവികമായും പാർട്ടിയുടെ നേതാക്കളെല്ലാം ഒരു അനുനയത്തിൻ്റെ ഭാഗമായിട്ടുള്ള തീരുമാനത്തിലേക്ക് വരും. അപ്പോൾ ഒരു പിൻവലിക്കുന്ന നടപടികളിലേക്കൊക്കെ പോവേണ്ടി വരുമോ? ഇല്ല, ഇതിനകത്ത് പാർട്ടി അത് തിരുത്താൻ തയ്യാറാവണം. അദ്ദേഹം ഈ ദിവസങ്ങളായിട്ട് അദ്ദേഹം പുറത്തിറങ്ങി ആളുകളെ കാണുവാനോ അല്ലെങ്കിൽ വോട്ടർമാരെ കാണുവാനോ അല്ലെങ്കിൽ പാർട്ടിയായിട്ട് മറ്റുള്ളവരായിട്ട് ബന്ധപ്പെടാനോ ഒന്നും അദ്ദേഹം തയ്യാറായിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു എതിർപ്പുള്ള ഒരു വികാരം ജനങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ മാറി നിൽക്കുന്നത്. അതുകൊണ്ട് എന്ത് നിലപാട് പാർട്ടി എടുത്താൽ തിരുത്തണം എന്നുള്ള ഒരു ആവശ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. പാർട്ടി തിരുത്തുക. TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ മത്സരിച്ചാൽ ജയിക്കില്ല എന്ന് തന്നെയാണ് ഉറച്ച വിശ്വാസമാണ് ജനങ്ങൾക്കുണ്ട്, എനിക്കുണ്ട്, ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർക്ക് എല്ലാവർക്കും. TK ഗോവിന്ദന് പിന്തുണ കൊടുത്തുകൊണ്ട് പാർട്ടി മുന്നോട്ട് UDF മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ സീറ്റ് നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. CPM അല്ല, UDFൻ്റെ ഒരു സിറ്റിംഗ് സീറ്റൊന്നും അല്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ UDFന് അനുകൂലമാണ് ഈ സീറ്റ്. അത്രയും ഒരു ജനവികാരം ഇവിടെ ഉണ്ട്, ഇടതുപക്ഷത്തിനെതിരായിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പൂർണ്ണമായി ഞാനത് ഉറപ്പ് പറയുന്നു. ഞാനത് ഒരു 25,000 വോട്ടിന് UDFനോ കോൺഗ്രസിനോ ആ സീറ്റ് കൊടുക്കട്ടെ. പാർട്ടി ഒരു 25,000 വോട്ടിന് ജയിപ്പിച്ച് കാണിച്ചു കൊടുക്കാം. അത്രയും ഉറപ്പ് എനിക്കുണ്ട്.
ആ ഒരു സീറ്റ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞത് പ്രാദേശിക നേതാക്കളുടെ അല്ലെങ്കിൽ ഈ ജനങ്ങളുടെയൊക്കെ ഒന്ന് പൾസ് മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് നേതൃത്വത്തിന് കഴിയാത്തതെന്നുള്ള ചോദ്യം. അല്ല, താഴെത്തട്ടിലേക്ക് അവരോട് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിരുന്നു. ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ താഴെത്തട്ടിൽ പ്രവർത്തകന്മാരുടെ വികാരം എന്താണ് എന്ന് പാർട്ടി അന്വേഷിക്കേണ്ടതായിരുന്നു. അത് അന്വേഷിക്കാതെ കൊണ്ടാണ് ഒരു തീരുമാനത്തിലേക്ക് ഇത് എത്തിയിട്ടുള്ളത്. ഞങ്ങളെയൊക്കെ കണ്ണൂർ DCC ഓഫീസറെ വിളിച്ചിട്ട് ഞങ്ങൾ ഈ തീരുമാനം അറിയിച്ചിട്ട് ഞങ്ങളെയൊക്കെ വിളിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ പാർട്ടി നേതാക്കന്മാർ ഞങ്ങളെ ശക്തമായൊരു വികാരം ഇവിടെ രേഖപ്പെടുത്തിയിരുന്നു. കോൺഗ്രസിന് ജയിക്കാൻ പറ്റുന്ന സീറ്റാണ്, എന്തിനാണ് വേറെ ആൾക്ക് കൊടുക്കേണ്ട ആവശ്യം എന്നുള്ള അത് പാർട്ടി പരിശോധിക്കണം എന്നുള്ള രീതിയിലേക്ക് ഞങ്ങളൊരു നിർദ്ദേശം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതും പരിഗണിക്കപ്പെട്ടില്ല. എന്തായാലും എൻ്റെ പാർട്ടി ഇത് പരിഗണിക്കപ്പെടും എന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. എന്തായാലും ഈ നാമനിർദ്ദേശ പത്രിക നൽകി മുന്നോട്ട് പോകാനുള്ള തീരുമാനം തന്നെയാണ്. ഉറച്ചു നിൽക്കുന്നത്. ഇത് പാർട്ടി ഒരു തീരുമാനത്തിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു സീറ്റ് നഷ്ടപ്പെടുത്തല്ലേ ചെയ്യുന്നു. കൊയ്യൻ ജനാർദ്ദനേട്ടൻ മാത്രമല്ല, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് ജില്ലാ പ്രസിഡന്റ് നൽകുമെന്ന് പറഞ്ഞിട്ട് 2016 ഇവിടെ 2 ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുള്ള രാജേഷ് നമ്പ്യാറും ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക നൽകുമെന്നൊക്കെ. അതുകൊണ്ട് എല്ലാവരും അതിനകത്ത് രംഗത്തേക്ക് വരികയാണ്. ഇപ്പോൾ കടുത്ത വിയോജിപ്പാണ് ഇപ്പോൾ പുറത്ത്. അതൊക്കെ ഇതിൻ്റെ അകത്തുള്ള എതിർപ്പുകളാണ്. ഈ വരുന്നത് തികച്ചും ഇവിടുത്തെ ജനങ്ങളുടെ വികാരമാണ്. യൂത്ത് കോൺഗ്രസ് ആയാലും കോൺഗ്രസ് ആയാലും ആരായാലും ഇത് ഏറ്റുപറയേണ്ട സാഹചര്യം ഈ താഴെത്തട്ടുള്ള വികാരമാണ്. എന്തായാലും TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ മത്സരിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള എതിർപ്പ് കോൺഗ്രസിനകത്തുണ്ട്. നേരത്തെ തന്നെ നേതൃത്വത്തെ ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചതാണ്. പക്ഷേ ആ അർത്ഥത്തിൽ നേതൃത്വം അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ കൊയ്യൻ ജനാർദ്ദനൻ വ്യക്തമാക്കുന്നത്. എന്തായാലും നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുബേഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്. ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.